ഹായ് കുട്ടികളെ, നമസ്കാരം. ക്രിസ്മസ് എക്സാം വളരെ അടുത്തെത്തി. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു ട്രയാങ്കിള് ABC നമുക്ക് തന്നിരിക്കുകയാണ്. അത് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ, പിന്നെ ആംഗിൾ 120 ഡിഗ്രി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബേസും ഹൈറ്റും നമുക്ക് കിട്ടിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ആണ്. ഇത് രണ്ട് സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം പഠിച്ച റേഷ്യോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. അതിൽ നമ്മളിതിനെ 2 ട്രയാങ്കിളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത, ഇത് മൂന്നാമത്തെ ഈ വെർട്ടിസിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈ AB എന്ന് പറയുന്ന സൈഡ് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇവിടെ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മളെ ഈ 120 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അത് 60-60 മാറുകയാണ് ചെയ്യുക. 60-60 മാറും. ഞാനിവിടെ ട്രയാങ്കിൾ ACD അത് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ACD ആയിട്ട് എടുക്കുകയാണ്. ഈ ട്രയാങ്കിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാം നമുക്ക്. ഏത് ട്രയാങ്കിൾ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ വരുന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ C വരുന്നത് 60 ഡിഗ്രി, ഇത് 90 ആണ്. പിന്നെ ബാലൻസ് വരുന്നത് ഇവിടെ 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടിയ ACD എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഇവിടെ നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് 4 സെന്റിമീറ്റർ ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് കൊടുക്കുകയാണ്. 90ക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം 4 ആണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90ക്ക് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടിയാൽ നമുക്ക് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുക. അതിന്റെ പകുതിയാണ് വരിക. അപ്പോൾ 4ന്റെ പകുതി 2 ആണ് 30ക്ക് ഓപ്പോസിറ്റ് വരിക. ഇനി 60ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഒപ്പം √3 ചേർത്താൽ മതി. അപ്പോൾ 2√3. അപ്പൊ നമുക്ക് 60ന് ഓപ്പോസിറ്റ് വരുന്നത് അത് 2√3 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 2 ആണ്. നമുക്കിവിടെ നമ്മുടെ മെയിൻ ട്രയാങ്കിൾ എടുത്താൽ ഇവിടെയാണ് 30 വരുന്നത്. ആ 30ക്ക് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടി 2. അപ്പൊ ഹൈറ്റ് നമുക്ക് കിട്ടി 2 ആണ്. ഇനി AD അത് 2√3 ആണ്. ഇത്രയും ഭാഗമാണ് കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയാം ഇത് തുല്യമായിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പൊ AD 2√3 ആണെങ്കിൽ BDയും സെയിം തന്നെ 2√3 ആയിരിക്കും. അപ്പൊ നമുക്ക് ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇത് ഞാൻ സെപ്പറേറ്റ് വരച്ചാണ്, ഇതിനകത്ത് തന്നെ ചെയ്യാം. എന്നാലും ഒന്നുകൂടി ഒന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഈ ട്രയാങ്കിൾ എടുത്ത് ഒന്നുകൂടി ഒന്ന് ചെയ്തതാണ്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഏരിയ ഈക്വൽ ഹാഫ് BH ആണ്. അതിൽ ഹൈറ്റ് നമുക്ക് 2 എന്നാണ് വന്നിരിക്കുന്നത്, 2 സെന്റിമീറ്റർ. ബേസ് ഈക്വൽ അവിടെ വരുമ്പോൾ ബേസ് 2√3 + 2√3 ആണ്. ഒന്നുകിൽ അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടി എഴുതാം. 2√3 + 2√3 ചെയ്യുമ്പോൾ 4√3. ഇനി ഏരിയ ഹാഫ് BH ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു
ബേസ് 4√3 ഇൻറ്റു ഹൈറ്റ് 2. നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ബാലൻസ് 4√3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി 4√3 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം അതിൽ 30, 45, 60 ഒക്കെയാണ് ഡിഗ്രികൾ വരുന്നതെങ്കിൽ റേഷ്യോ ഉപയോഗിച്ച് തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് 45 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ട്രയാങ്കിൾ ആയിട്ട് മാറ്റണം. അപ്പം അതിന് നമ്മളെ ഡിയിൽ നിന്ന് താഴത്തേക്ക് ലൈൻ വരയ്ക്കുകയാണ്, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രി. ഇവിടെ വരുന്നത് 45 ആണെങ്കിൽ മറ്റൊന്ന് 45 ആയിരിക്കും. നമ്മൾ ട്രയാങ്കിൾ ADE അത് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ ADE കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 45, 45, 90 ആണ് വരുന്നത് ഡിഗ്രികൾ. അപ്പോൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2. ഇവിടെ നമുക്കുള്ളത് 90ക്ക് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമുക്കുള്ളത് 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആണ് വരുന്നത്. അപ്പോ 2/√2. സെയിം തന്നെയാണ് അടുത്തതും 2/√2. ഇനി ഇത് നമുക്ക് ചെറുതാക്കി 2/√2 ചെറുതാക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയുകയാണ്. 2/√2 വരുമ്പോൾ 2 എന്ന് പറയുന്നത് √2 × √2 ആണ്. √2 × √2 /√2 /√2. അപ്പൊ √2ഉം √2ഉം ക്യാൻസൽ ചെയ്തു. ബാലൻസ് √2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ 40ന് ഓപ്പോസിറ്റ് √2 എന്ന് കിട്ടി. അപ്പൊ ഹൈറ്റ് കിട്ടി. ഇനി പാരലോഗ്രാമിന്റെ ഏരിയ അത് BH ആണ്. ട്രയാങ്കിളിന്റെ ഹാഫ് BH ആണെങ്കിൽ പാരലോഗ്രാമിന്റെ BH, ബേസ് ഇൻറ്റു ഹൈറ്റ് മാത്രം മതി നമുക്ക്. ഇവിടെ ബേസ് നമുക്ക് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. ബേസ് എന്ന് പറയുന്ന AB ആണ്, അത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോ ബേസ് 4 ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു √2. അപ്പോ 4√2 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടി. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്നും ഇവിടെ 45, 45, 90 ആയിരുന്നു വരുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഏരിയ അത് BH ആണ്. BH ഉപയോഗിച്ച് ചെയ്യും. അടുത്തത് നമുക്ക് 60 ഡിഗ്രി വരുന്ന ഒരു പാരലോഗ്രാം, അതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത മാതിരി തന്നെ റേഷ്യോ തന്നെയാണ് ഉപയോഗിക്കുക. നമ്മൾ ഡിയിൽ നിന്ന് നേരത്തെ വരച്ച മാതിരി തന്നെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇവിടെ 60 ആണ്, ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി 30 ആയിരിക്കും. ഇവിടെയും നമ്മൾ ട്രയാങ്കിൾ ADE തന്നെ കൺസിഡർ ചെയ്താൽ ഇവിടെ വരുന്ന ആംഗിളുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിൽ നമുക്കിവിടെ 90ന് ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട്, അത് 2 ആണ്. ഇപ്പൊ റേഷ്യോ നമ്മൾ 1:√3:2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോ 2. അപ്പൊ അതിന്റെ പകുതിയാണ് 30ക്ക് ഓപ്പോസിറ്റ്. സെയിം തന്നെ, ഈ റേഷ്യോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിലയും അത് തന്നെയായിരിക്കും. ഇനി അല്ലാതെയും നിങ്ങൾ നോക്കുക, 2ന്റെ പകുതി 1. അപ്പൊ അടുത്ത് വരുന്നത് 1√3 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3. സെയിം തന്നെയാണ് വരിക. ഇവിടെ നമുക്ക് 60ക്ക് ഓപ്പോസിറ്റ്, അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും ബേസും ഹൈറ്റും കിട്ടി. ബേസ് 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു √3 സെന്റിമീറ്റർ ആണ്. ഏരിയ പാരലോഗ്രാമിന്റെ
ബി എച്ച് ആണ്. ഏരിയ ഈക്വൽ ബി എച്ച് സമം വിലകൾ നമ്മൾ അപ്ലൈ ചെയ്യുക. ബേസ് 4 ആണ് ഇൻറ്റു ഹൈറ്റ് √3 ആണ്. അപ്പോൾ 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇതും വളരെ എളുപ്പമാണ്. റേഷ്യോ വരുന്ന എല്ലാം ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് റേഷ്യോ അല്ലാതെ നമുക്ക് വില തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ചോദ്യം തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. അതിൽ 2 സൈഡുകൾ ട്രയാങ്കിളിന് തന്നിട്ടുണ്ട്. കൂടാതെ ആംഗിൾ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ 30, 60, 90 അല്ലെങ്കിൽ 45, 45, 90 ആണ് വന്നത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, 50 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ വില തന്നിട്ടുണ്ടാവും. അത് സൈന്റെയും കോസിന്റെയും ടാന്റെയും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എപ്പോഴും, ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ട്രിഗണോമെട്രിയിലെ കണക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ സിയിൽ നിന്ന് താഴത്തേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് നമ്മൾ മാറ്റി. അപ്പോൾ ട്രയാംഗിൾ ACD ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് ഇവിടെ ഉണ്ട്. ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് BH ആണ്. ബേസ് ഇവിടെ ഉണ്ട്. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവർ ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. അപ്പൊ അതില് ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ലെങ്ത് ഫ്രം C to AB. അപ്പോ സിയിൽ നിന്ന് ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത് എത്രയാണ്, ഇതാണ് ചോദ്യം. അതാണ് ഇപ്പൊ നമ്മളിവിടെ വരച്ചത്. അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD, അത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏത് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, ഏത് സൈഡാണ് തന്നിരിക്കുന്നത്. ട്രിഗണോമെട്രി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം 3 സൈഡുകളെ നമ്മൾ എടുക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജാസന്റ് സൈഡ്, ഈ 3 എണ്ണമാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ A ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് ഓപ്പോസിറ്റ് വന്ന സൈഡാണ്, CD ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഉള്ളത് 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണുള്ളത്. അപ്പോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേഷൻ വരുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സൈൻ ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ ആണ്. അപ്പൊ സൈൻ 50 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന സൈൻ 50 ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 50ന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന CD ആണ് ബൈ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് AC. സൈൻ 50യുടെ വില നമുക്ക് തന്നിട്ടുണ്ട്, 0.7660 ആണ്. ഈക്വൽ CD നമുക്കറിയില്ല, അതങ്ങനെ തന്നെ കൊടുത്തു, ബൈ AC നമുക്കറിയാം 4 ആണ്. അപ്പൊ നമ്മൾ ക്രോസ് ചെയ്യാണ്, അടുത്തതിൽ നമ്മൾ ക്രോസ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ CD × 1 CD ആണ് ഈക്വൽ 4 × 0.7660 ആണ്. അവസാനം ഇപ്പൊ 0 ആണെങ്കിൽ അത് കൊടുത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഗുണിക്കുമ്പോൾ 4 × 0 അത് 0 ആണ്. 4 × 6 6 4 24 ശിഷ്ടം 2. വീണ്ടും 4 × 6 6 4 24 24 2 26. വീണ്ടും ശിഷ്ടം 2 ആണ്. 4 × 7 4 7 28 28ഉം റിമൈൻഡർ 2ഉം കൂട്ടുമ്പോൾ 30. എങ്ങനെ കിട്ടും? ഇതിൽ 4 സ്ഥാനം മാറ്റി കുത്ത്. അപ്പൊ നമുക്ക് 3.0640 എന്ന് കിട്ടും. അപ്പൊ CD-യുടെ വില നമുക്ക് കിട്ടി. അപ്പൊ ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോ ഇപ്പൊ നമുക്ക് കിട്ടിയത് H തന്നെയാണ്. അപ്പോ H ഈക്വൽ നമുക്ക് കിട്ടി 3.064. അവസാനം 0 ആണെങ്കിൽ അത് കൊടുക്കണ്ട, ഇടയ്ക്കുള്ള 0 കൊടുക്കണം, അവസാനം 0 കൊടുക്കണ്ട. ഇനി ബേസ് അവിടെ വന്നിരിക്കുന്നത് 6 സെന്റിമീറ്റർ ആണ്.
അപ്പോൾ ഏരിയ ഹാഫ് ബി എച്ച് ആണ്, സമം ഹാഫ് ഇൻറ്റു ബേസ് 6 ആണ് ഇൻറ്റു 3.064. അതിൽ നമുക്ക് ഒന്നുകിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പം ഇതാണ്, 2ഉം 6ഉം ക്യാൻസൽ ചെയ്യാം, 3 എന്ന് കിട്ടും. ഈക്വൽ 3 ഇൻറ്റു 3.064 ചെയ്യുമ്പോൾ 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 6 18, 18 1 19, 3 ഇൻറ്റു 0 0 ആണ്, 4 റിമൈൻഡർ ഉണ്ട്, ആ 1 കൊടുത്തു. 3 ഇൻറ്റു 3 9, 9.192 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ രണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആദ്യം പെർപെൻഡിക്കുലർ ലെങ്ത് പരീക്ഷയ്ക്ക് വരുമ്പോൾ സാധാരണ വരുന്ന ഇങ്ങനെ 2 സെപ്പറേറ്റ് ചോദ്യങ്ങളായിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് 2 സെപ്പറേറ്റ് ചോദ്യമായിട്ട് തന്നെ ഞാൻ തന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് പെർപെൻഡിക്കുലർ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അതിന്റെ ആൻസർ 3.0640 എന്ന് കിട്ടി. അതിനുശേഷം പിന്നെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് ആണ്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 2 ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം. മിക്കവാറും അങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറ്. പക്ഷെ ചിലപ്പോൾ ഏരിയ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഈക്വൽ ഹാഫ് ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന സൈഡുകൾ കൊടുക്കുക, 6 ഇൻറ്റു 4 ഇൻറ്റു അതിനുശേഷം നമ്മുടെ സൈൻ ആംഗിളിന്റെ സൈൻ കൊടുക്കുക, സൈൻ 50. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏരിയ കിട്ടും. അതിന് ഇക്വേഷനൊക്കെ ഉണ്ട്, പക്ഷേ ഇക്വേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. ഏരിയ ഈക്വൽ ഹാഫ് ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന സൈഡുകൾ ഇൻറ്റു ആ തന്നിരിക്കുന്ന ആംഗിളിന്റെ സൈൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അതിൽ ഹാഫ് എ സി സൈൻ ബി അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. പക്ഷേ ഇക്വേഷൻ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 50യുടെ വില 0.7660 ആണ് വരുന്നത്. ഇതിൽ നമ്മൾ 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു. നേരത്തെ ചെയ്ത മാതിരി തന്നെ 3 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ വരുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ 4 ഇൻറ്റു 0.7660 നമ്മൾ ചെയ്തു. അതിനുശേഷം 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 9.192 ഇതാണ് ആൻസർ കിട്ടിയത്. സെയിം തന്നെ നമുക്ക് ആൻസർ കിട്ടി. വേറെ മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ് ആൻസർ. അപ്പോൾ ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു തന്നിരിക്കുന്ന സൈഡുകൾ, അതിനുശേഷം ഇൻറ്റു ആ തന്നിരിക്കുന്ന സൈൻ, എത്രയാണോ ആംഗിൾ തന്നിരിക്കുന്നത് അതിൻ്റെ സൈൻ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ ഇക്വേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏരിയ ഈക്വൽ ഹാഫ് എ ബി സൈൻ സി. സൈൻ സി എന്ന് പറയുന്നത് സി ഡിഗ്രിയാണ്. എ ബി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സൈഡുകളാണ് എയും ബിയും ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈൻ സി എന്ന് പറയുന്നത് ആംഗിൾ ആണ് അതിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇക്വേഷൻ കൊടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഹാഫ് ഇൻറ്റു തന്നിരിക്കുന്ന സൈഡുകൾ ഇൻറ്റു ആ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ സൈൻ ഇത്രയും ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ട്രയാങ്കിൾ തന്നെ ആംഗിൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്ന രീതി കൂടി ഒന്ന് പറയുകയാണ്. നേരത്തെ നമുക്ക് 50 ഡിഗ്രിയാണ് വന്നിരുന്നത്, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 140 ഡിഗ്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധാരണ വരാറില്ല, ഏരിയ കണ്ടുപിടിക്കാൻ മാത്രമാണ് വരാറുള്ളത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഏരിയ ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹാഫ് ഇൻറ്റു സൈഡുകൾ നമ്മൾ എടുത്തു 8 ഇൻറ്റു 6 ഇൻറ്റു നമുക്കിവിടെ 140 ആണ് വന്നിരിക്കുന്നത്. 90ൽ കൂടുതൽ നമുക്ക് എടുത്തിട്ട് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൈൻ കണ്ടുപിടിക്കുമ്പോൾ സൈൻ 180
-140. 90 കൂടുതലാണ് ആംഗിൾ വരുന്നതെങ്കിൽ നമ്മൾ 180 കുറച്ചിട്ട് വേണം നമ്മൾ അവിടെ സൈൻ കൊടുക്കാനായിട്ട്. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 1/2 × 8 × 6 × sin 40 എന്ന് വരും. നിങ്ങൾക്ക് വില തന്നിട്ടുണ്ടോ അവിടെ? 40യുടെ വിലയാണ് തരുള്ളൂ. അപ്പോൾ നമ്മൾ വില കൊടുത്തിട്ട് ഇനി ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യം പ്രത്യേകം ഓർക്കുക. 90 കൂടുതലാണ് ആംഗിൾ വരുന്നതെങ്കിൽ നമ്മൾ 180 നിന്ന് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. 4 × 6 24 ഇൻറ്റു സൈൻ 40യുടെ വില നമുക്കവിടെ തന്നിട്ടുണ്ട് 0.6428 ആണ്. അപ്പോൾ നമ്മൾ ഗുണിച്ച് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഗുണിക്കുമ്പോൾ നിങ്ങൾ പോയിന്റ് കളഞ്ഞിട്ട് ഗുണിക്കുക. അതിനുശേഷം 6428 ഇൻറ്റു 24 ഇത് ഗുണിക്കുക. അതിനുശേഷം മാത്രം പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ ഗുണിക്കുമ്പോൾ 4 32 റിമൈൻഡർ 3 4 × 2 8 8 3 11 4 16 16 1 17 റിമൈൻഡർ 1 6 4 24 24 1 25. അടുത്ത അതേപോലെ തന്നെ 2 × 8 16 1 2 × 2 4 4 + 1 5 2 × 4 8 2 × 6 12 ആഡ് ചെയ്യുമ്പോൾ 2 7 7 + 5 12 8 + 5 13 + 1 14 2 + 2 4 4 + 1 5 1. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യയാണുള്ളത്. അപ്പോൾ നമ്മൾ 4 സ്ഥാനം മാറ്റി ഇതിൽ കുത്തു കൊടുക്കും. അപ്പോൾ 15.4272 എന്ന ആൻസർ കിട്ടും. ഈക്വൽ 15.4272 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇത് 4 സംഖ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യക്ക് കറക്റ്റായിട്ട് എഴുതാം. അതുകൂടി ഞാനൊന്ന് പറയുകയാണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ കറക്റ്റായിട്ട് എഴുതുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ സംഖ്യ അത് 5 5 കൂടുതലാണെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂട്ടി എഴുതുക. 5 കുറവാണെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം. ഇവിടെ നമ്മളത് മാറ്റി എഴുതുമ്പോൾ 15.42 അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ നോക്കുക. 5 കൂടുതലാണ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ 43 എന്ന് കൊടുക്കണം. 5 കുറവാണെങ്കിൽ നമ്മൾ 42 എന്ന് തന്നെ കൊടുത്താൽ മതി. 5 കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു സംഖ്യ കൂട്ടി എഴുതണം. അപ്പോൾ 15.43 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ചുരുക്കി എഴുതുന്നത്. അപ്പൊ ഏത് സംഖ്യക്ക് കറക്റ്റ് ആയിട്ടാണോ കാണുന്നത്? ഇപ്പൊ 2 സംഖ്യക്ക് കറക്റ്റ് ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ 5 5 കൂടുതലാണെങ്കിൽ ഒരെണ്ണം കൂട്ടി എഴുതുക. അതല്ല 5 കുറവാണെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം. ഇനി 2 സംഖ്യ എന്നുള്ളത് ഒരു സംഖ്യക്ക് കറക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മളപ്പോൾ നോക്കേണ്ടത് രണ്ടാമത്തെ സംഖ്യ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സംഖ്യ 5 5 കൂടുതലാണോ നോക്കുക. 5 5 കൂടുതലാണെങ്കിൽ 1 നമ്മൾ ഇപ്പുറത്തേക്ക് കൂട്ടി എഴുതണം. അതല്ല 5 കുറവാണെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം. അങ്ങനെയാണ് നമ്മൾ ചുരുക്കി എഴുതണം. ഇനി ചുരുക്കി എഴുതില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന ആൻസർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലെ ട്രിഗണോമെട്രിയുടെ വിലകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്കുകളെ പ്രത്യേകിച്ച് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ മോഡൽ ഒരെണ്ണം നമുക്ക് പരീക്ഷയ്ക്ക് എല്ലാ തവണയും വരുന്നതാണ്. അപ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചത് പഠിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.